ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യുവർസ്കയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്കിന് ഫാ ഒരു കിസ് കൊടുക്കുന്നത് വരെയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡോമാണെങ്കിൽ ബേബിൻ്റെ കണ്ണ് പൊത്തിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് അവൾ കണ്ണ് തുറക്കുന്ന സമയത്ത് സർപ്രൈസ് എന്നും പറഞ്ഞ് ഒരു പപ്പിയെ കാണിക്കുന്നതായിട്ടാണ്. അവൾക്കാണെങ്കിൽ ആ പപ്പിയെ കണ്ടിട്ട് അത്ര സന്തോഷമൊന്നും ആകുന്നില്ല. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഡോം ഇതാരെ പപ്പിയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് നിനക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന പപ്പിയാണ് ഇതെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഡോം നീ എന്തിനാ ഇപ്പോൾ ഈ പപ്പിയെ വാങ്ങാനായിട്ടൊക്കെ തീരുമാനിച്ചത്? അറ്റ്ലീസ്റ്റ് നിനക്ക് ഇതിനെ വാങ്ങുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ടീറാക്ക് വരെയാണ്. അവനാണെങ്കിൽ ആ പപ്പിയെ കണ്ടുടൻ ഡോമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ പപ്പിയെ കൊഞ്ചിക്കുകയാണ്. അപ്പോൾ ബേബാണെങ്കിൽ ഡോമിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഈ പപ്പിയെ ഞങ്ങളുടെ വീട്ടിൽ വളർത്താൻ സമ്മതിക്കുമെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടീറാക്ക് ചോദിക്കുന്നു, ഡോം നീ ഇത് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ? നല്ല ക്യൂട്ട് പപ്പി, പക്ഷേ എന്ത് ചെയ്യാനാണ്, അച്ഛൻ എന്തായാലും ഇതിനെ ഇവിടെ വളർത്താൻ സമ്മതിക്കില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടോണ്ട് വരുന്ന അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു ഇതിനെ ഇവിടെ വളർത്താൻ സമ്മതിക്കില്ലെന്ന്? അപ്പോഴാണ് ഡോം ബേബിൻ്റെ അച്ഛനോട് പപ്പിയെ വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചതൊക്കെ കാണിക്കുന്നത്. ഡോമാണെങ്കിൽ കുറച്ച് പേടിയോടെയാണ് ബേബിൻ്റെ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ അവനെ കണ്ടുടനെ വന്ന് ഇവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ഞാൻ ഇവിടേക്ക് വന്നത് ഒരു കാര്യം ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിക്കാനായിട്ടാണ്. ആനിവേഴ്സറിക്ക് ബേബിന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്കുണ്ട്. അതും ഒരു പപ്പിയെ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അങ്കിളിന് അത് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ബേബിൻ്റെ അച്ഛൻ പറയുന്നു, എനിക്ക് ഓക്കെയാണ്, നീ എന്തായാലും അവൾക്കത് വാങ്ങിച്ചു കൊടുക്ക്. എന്തായാലും ബേബിനും അതുപോലെ ടീറാക്കിനും പപ്പിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം അവരതിനെ നല്ലതുപോലെ നോക്കുമെന്ന് തന്നെയാണെന്ന്. ഇത് കേട്ട് സന്തോഷമായ ഡോം അച്ഛനോട് താങ്ക്സ് പറഞ്ഞിട്ട് പറയണേ, എന്നാൽ ഒരു കാര്യം ചെയ്യുക, അങ്കിള് തന്നെ ഈ പപ്പിക്ക് ഒരു പേരിടാൻ. അപ്പം അച്ഛൻ പറയുന്നു, അതൊന്നും വേണ്ട, പേരൊക്കെ ബേബ് തന്നെ ഇട്ടോളൂ എന്ന്. ഇതൊക്കെ കേട്ട ബേബിനാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. കാരണം അവൻ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ ഈ പപ്പിനെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഡോം ചോദിക്കുന്നുണ്ട്, ബേബ് നിനക്ക് ഈ പപ്പിയെ ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടടാ, പിന്നെ സോറി, എനിക്ക് അറിയത്തില്ലായിരുന്നു നീ അച്ഛനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ടീറാക്ക് സന്തോഷത്തിൽ ചോദിക്കുകയാണ്, അച്ഛൻ ഓക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ പപ്പി ഇനി നമ്മുടെ വീട്ടിൽ കാണുമല്ലേ എന്ന്. ഇത് കേട്ട അച്ഛൻ പറയുന്നു, അതേ, രണ്ടുപേരും നല്ലതുപോലെ തന്നെ ഇതിനെ നോക്കണമെന്ന്. അപ്പോൾ ഡോം പറയണേ, എന്തായാലും ബേബ് ഇതിൻ്റെ മെഡിസിനും അതുപോലെ ഫുഡൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നോളാന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ബേബാണെങ്കിൽ ചിരിക്കുകയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ പപ്പിക്ക് എന്ത് പേരിടാമെന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു, സമയം ഒരുപാട് വൈകി, ഇനി വീടിനകത്തേക്ക് പോകാമെന്ന്. അങ്ങനെ 3 പേരും കൂടെ വീടിനകത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയം ബേബ് തിരിഞ്ഞു നോക്കിയിട്ട് ഡോമിനോട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഡോമാണെങ്കിൽ അവളോട് പറയുന്നു, താങ്ക്സിന് പകരം കിസ് എന്നാൽ മതിയെന്ന്. പിറ്റേ ദിവസം ടീറാക്കാണെങ്കിൽ ഫാ വാങ്ങിക്കൊടുത്ത ആ പാവയെയും അതുപോലെ ഡോം വാങ്ങിക്കൊടുത്ത പപ്പിയെയും വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവനാണെങ്കിൽ ബേബിനെയും കൂടെ വിളിച്ചിട്ട് ഒരു ഫോട്ടോയും എടുക്കുന്നുണ്ട്. ഈ സമയം അവനെ ഫാ കോൾ ചെയ്തിട്ട് അവനോട് പറയണ്, ഞാൻ നിൻ്റെ വീടിന് പുറത്തുണ്ടെന്ന്. ഇത് കേട്ടുടനെ അവനാണെങ്കിൽ ആ പപ്പിയെയും പാവയും എടുത്തുകൊണ്ട് ഫായുടെ അടുത്തേക്ക് പോവുകയാണ്. ഫായെ കണ്ടുടനെ ആ പപ്പിയെ കാണിച്ചിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ ന്യൂ മെമ്പറാണ്, എന്താ നല്ല ക്യൂട്ടായിട്ടില്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആരാണ് ഏറ്റവും ക്യൂട്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നീയാണോ അതാ ഈ പപ്പിയാണോ ഈ പാവയാണോ എന്ന്. നീയാണോ എന്ന് കേട്ടിട്ട് ടീറാക്കിനാണെങ്കിൽ നല്ല ഷൈ ആകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ പപ്പിയെ കുറിച്ച് തന്നെയാണ് ചോദിച്ചതെന്ന്. അപ്പോൾ ടീറാക്കിനോട് ഫാ പറയുന്നു, പപ്പി നല്ല ക്യൂട്ടാണ്, പക്ഷേ അതിനേക്കാൾ ക്യൂട്ട് നീയാണെന്ന്. ഇത് കേട്ടിട്ട് അവൻ കൂടുതൽ ഷൈ ആകുകയാണ്. അങ്ങനെ അവൻ പറയാണ്, മതി, ഇനി അകത്തേക്ക് പോകാമെന്ന് പറയും. ഫായെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ പപ്പിയെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് ഈ പപ്പിയെ കാണുമ്പോൾ നല്ല സന്തോഷമാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ടീറാക്കിനെ ഉദ്ദേശിച്ചിട്ട് ഫാ പറയാണ്, എനിക്കും കാണുമ്പോഴേ നല്ല സന്തോഷമാണെന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല എവിടേക്ക് പോകാനാണ് പ്ലാൻ എന്ന്. അപ്പോൾ ടീറാക്കിനോട് ഫാ പറയുന്നു, നമുക്കൊരു ഡേറ്റിന് പോകാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി ഡേറ്റിന് പോവുകയാണ്. അതും ആദ്യം ടീറാക്കും അവൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഫായും കൂടി ഒരു ഡെസേർട്ട് ഷോപ്പിലേക്ക് പോയിട്ടില്ലായിരുന്നു. ആ ഷോപ്പിലേക്കാണ് പോയത്. ഇന്ന് ഫാ ടീറാക്കിന് ഡെസേർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അത് നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് ഫാക്കും കോരി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫാക്കാണെങ്കിൽ ഈ ഡെസേർട്ടൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവനാണെങ്കിൽ കഴിക്കുന്നില്ല. പിന്നെ ടീറാക്ക് ഒരുപാട് നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം അവനാണെങ്കിൽ കുറച്ച് കഴിക്കുകയാണ്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് മധുരമൊന്നും ഇല്ലല്ലോ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, കൊള്ളാൻ നന്നായിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇഷ്ടമുള്ള എല്ലാം എനിക്ക് ഇഷ്ടമാണെന്ന്. ഇത് കേട്ടിട്ട് ടീറാക്കിനാണെങ്കിൽ നല്ല സന്തോഷമാകുകയാണ്. അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്. അതിനുശേഷം രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയം ടീറാക്കിനാണെങ്കിൽ അവൻ്റെ കാല് നല്ല വേദനിക്കുന്നുണ്ട്. ഈ കാര്യം ഫായോട് പറയുമ്പോൾ അവൻ്റെ ഷൂ കാരണമാണ് അവന് കാല് വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഫായാണെങ്കിൽ അവനൊരു കടയിലേക്ക് കൊണ്ടുപോയിട്ട് അവനൊരു പുതിയ ഷൂ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പുതിയ ഷൂ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ടീറാക്കാണെങ്കിൽ ഫായെ തൊഴുത് താങ്ക്സ് പറയുകയാണ്. ഇത് കണ്ട ഫാ പറയാണ്, നീ താങ്ക്സ് പറയുന്നതിന് പകരം എന്നെ ഹഗ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫായെ ഹഗ് ചെയ്യാണ്. ആ സീൻ അവിടെ
അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാ വീട്ടിലിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് അവൻ്റെ ഡോറിൽ ആരോ വന്ന് മുട്ടുന്നത് കേട്ടിട്ട് അവൻ ചെന്ന് കതക് തുറക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുന്നത് റിയോയാണ്. അങ്ങനെ റിയോയിനെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, റിയോ നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ അവനാണ് ആദ്യം തുടങ്ങിയത്, പെട്ടെന്ന് തന്നെ ഒരുമാതിരി അവോയ്ഡ് ചെയ്യുന്നത് പോലെ, എനിക്കറിയത്തില്ല അവൻ എന്ത് പറ്റിയെന്ന്, നിനക്കതിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന്. അപ്പോൾ ഫാ ചോദിക്കുന്നുണ്ട്, നീ ഹിയെ പറ്റിയാണോ പറയുന്നതെന്ന്. അപ്പോൾ റിയോ പറയുന്നു, അതേടാ ഞാൻ അവനെ പറ്റി തന്നെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫാ ചോദിക്കുന്നു, അല്ല നിൻ്റെ മനസ്സിൽ എന്താ, രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു, എന്താ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ റിയോ പറയുന്നു, അത് പിന്നെ എനിക്കതൊന്നും അറിയത്തില്ലെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അങ്ങനെ അല്ലടാ, നീ അവനോടൊപ്പം ഉള്ള സമയം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ട് നിൻ്റെ മനസ്സിൽ എന്താണോ അത് നീ ചെയ്യ്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കുക, അപ്പോൾ എല്ലാം ശരിയാകും. എന്തായാലും നിനക്ക് ഹിയയെ ഇഷ്ടമാണെന്നത് സത്യമായ കാര്യമാണ്, അത് നീ ആദ്യം മനസ്സിലാക്കാനും പറയുന്നു. അപ്പോൾ റിയോയാണെങ്കിൽ ഫാ പറയുന്നതൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഫാ കുക്ക് ചെയ്യുന്ന സമയം ഹിയ അവനെ കോൾ ചെയ്യാണ്. അങ്ങനെ കുക്കിങ്ങിൽ ബിസി ആയതുകൊണ്ട് ഫായാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഇല്ല. ഈ സമയം അവിടേക്ക് ടീറാക്ക് വന്നിട്ട് ഫായോട് പറയുന്നു, ഫാ നിന്നെ ഞാൻ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാന്ന്. അങ്ങനെ ടീറാക്ക് ഫായുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ടീറാക്ക് ഫായെ ഹിയ കോൾ ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനായിരിക്കും, എന്തായാലും നീ സംസാരിക്കും, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന്. അങ്ങനെ ടീറാക്ക് പറഞ്ഞത് കേട്ട ഫായാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാണ്. ഫാ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഹിയ പറയുന്നു, ഫാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ ഇത് കേട്ട ഫാ ചോദിക്കുന്നു, എന്ത് ഹെൽപ്പെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ എനിക്ക് വേണ്ടിയല്ല, അത് എൻ്റെ ഫ്രണ്ട് എന്നോടൊരു കാര്യം ചോദിച്ചു, അതിനെപ്പറ്റിയാണ് നിന്നോട് ചോദിക്കാനുള്ളതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, എന്തായാലും നീ പറയുന്നു. അങ്ങനെ ഹിയ പറയാണ്, അതെനിക്ക് നിന്നോട് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ പറയാമെന്നും പറഞ്ഞ് അവൻ പറഞ്ഞു തുടങ്ങിയാണ്. അത് പിന്നെ എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ടിനോടൊപ്പം ഒരു കാര്യം ചെയ്തെന്ന്. അപ്പോൾ ഫാ ചോദിക്കുന്നു, എന്തോന്ന് കാര്യം ചെയ്തതെന്ന്. അപ്പോൾ ഹിയ പറയുന്നു, അതൊക്കെ ഒരു കാര്യം, അതൊക്കെ വിട്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആ കാര്യത്തിന് ശേഷം രണ്ടുപേർക്കും ഇടയിൽ ആക്വേർഡായിട്ടാണ് തോന്നുന്നത്, അപ്പോൾ ഇത് ശരിയാക്കാൻ അവൻ എന്ത് ചെയ്യുമെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫാ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ പറയുന്നതൊക്കെ നിൻ്റെയോ അതുപോലെ റിയോയുടെയും കാര്യമല്ലേ എന്ന്. അപ്പോൾ ഹിയ പറയണേ, ഞാൻ റിയോയെ പറ്റിയൊന്നുമല്ല സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, എനിക്കെല്ലാം മനസ്സിലായി, നീ ആദ്യം അവനോട് സോറി ചോദിക്കാൻ നോക്ക്, എല്ലാം ശരിയാകുമെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ കറിയിലേക്ക് ഷുഗർ ഇടാനായിട്ട് പോകുന്നു. ഇത് കണ്ടുടനെ പെട്ടെന്ന് തന്നെ ഫാവൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ടീറാക്ക് അത് സോൾട്ട് അല്ല, നീ ഷുഗറാണ് അതിന് വരെ എടുത്തിരിക്കുന്നതെന്ന്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഹിയോ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ ടീറാക്കുണ്ടോ എന്ന്. അപ്പോൾ ഫാ അതേന്ന് പറഞ്ഞിട്ട് ടീറാക്കിനെ നോക്കുന്ന സമയം അവനാണെങ്കിൽ എന്തോ സേമിയ പോലുള്ള ഒരു സാധനം എടുത്ത് പാത്രത്തിലേക്ക് ഇടാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ട് ഇനി അവനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ വിട്ട ശരിയാവത്തില്ലെന്ന് തോന്നിയ ഫായാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യാണ്. ഹിയയാണെങ്കിൽ പറയുന്നുണ്ട്, കോള് കട്ട് ചെയ്യല്ലേ എന്ന്. അങ്ങനെ ഫായാണെങ്കിൽ കോള് കട്ട് ചെയ്തോണ്ട് ആ സാധനം നേരെ കുക്ക് ചെയ്യാണ്. അതിനുശേഷം ടീറാക്ക് അവിടെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഫായാണെങ്കിൽ ഒരു ഡെസേർട്ടും കോഫിയും കൊണ്ടുവന്നിട്ട് ഇതിലേത് വേണം നിനക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നു, എനിക്ക് ഡെസേർട്ട് മതിയെന്ന്. ടീറാക്ക് പറയുന്നത് കേട്ട് ഫാ തന്നെ ടീറാക്കിന് ആ ഡെസേർട്ട് കോരി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെ കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് ആണ് കാണിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കുന്നതും അതുപോലെ കിസ് ചെയ്യുന്നതും പിന്നെ ഫാ ടീറാക്കിനെ എടുത്ത് കറക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഹിയയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഒരു ബാറിലിരുന്നിട്ട് റിയോയെ കോൾ ചെയ്യണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. അവസാനം കോൾ ചെയ്യാതെ അവൻ വെയിറ്ററിനോട് അവന് ഒരുപാട് ഡ്രിങ്ക്സ് കൊടുക്കാനായിട്ട് പറയുകയാണ്. അവിടെ ടീറാക്കാണെങ്കിൽ കൗച്ചിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫായാണെങ്കിൽ അവൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് ടീറാക്ക് എന്ന് വിളിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. പക്ഷെ അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഫാ വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവസാനം അവൻ തന്നെ ടീറാക്കിനെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ടീറാക്കിനെ തന്നെ നോക്കി അവനടുത്ത് ഇരിക്കുന്നുണ്ട്. ഈ സമയം അവനെ ബേബ് കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ബേബ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ടീറാക്ക് ഇതുവരെ ആയിട്ടും വീട്ടിലേക്ക് വരാത്തതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ ടീറാക്ക് ഉറങ്ങിപ്പോയി, അവൻ ഉണർന്ന ഉടനെ തന്നെ ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടാക്കാന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ബേബ് പറയുന്നു, അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ, അവനെ ഞാൻ ഒരുപാട് തവണ കോൾ ചെയ്തായിരുന്നു, കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് വിളിച്ചെന്നേ ഉള്ളു, പിന്നെ അവൻ ഇന്നൊരു ദിവസത്തേക്ക് അവിടെ തന്നെ നിൽക്കട്ടെ എന്നും പറയാണ്. ബേബി ഇങ്ങനെ പറയുന്നത് കേട്ട ഫാക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. എന്നാലും അവൻ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ടീറാക്ക് ഇന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന ബേബ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ എൻ്റെ മൈൻഡ് ചേഞ്ച് ആക്കണമെന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത് കേട്ട ഉടനെ ഫായാണെങ്കിൽ പെട്ടെന്ന് എന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ മൈൻഡ് ചേഞ്ച് ആകുമെന്നുള്ള ചിന്തയിലായിരിക്കും അവൻ കോൾ കട്ട് ചെയ്തത്. കോൾ കട്ട് ചെയ്തതിന് ശേഷം അവനാണെങ്കിൽ
ഹിയയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാനേ പറ്റുന്നില്ല. അവിടെ റിയോയെ ആണെങ്കിൽ ഹിയ കോൾ ചെയ്യണ്. അങ്ങനെ അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് ആ പറയടാ എന്ന്. അപ്പൊ റിയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഹിയ ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ആരോ സംസാരിക്കുന്നു. വോയിസ് ആരുടേതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് റിയോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ, നീ എന്തിനാ ഹിയയുടെ ഫോൺ എടുത്ത് സംസാരിക്കുന്നതെന്ന്. അപ്പൊ റിയോ പറയുന്നത് കേട്ടിട്ട് എടുത്ത ആള് പറയണ് അത് പിന്നെ ഞാൻ ഈ ബാറിലെ സ്റ്റാഫാണ്, നിങ്ങളുടെ ഫ്രണ്ട് ഇവിടെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്, നിങ്ങൾക്കൊന്ന് വന്ന് അവനെ വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ എന്ന്. ഇത് കേട്ട് ടെൻഷനായ റിയോ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യണ്. അവിടെ ടീറാക്കാണെങ്കിൽ എണീറ്റ് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് സമയം ഒരുപാട് വൈകിയെന്ന്. അങ്ങനെ അവൻ ഫോൺ എടുത്ത് നോക്കുന്ന സമയം അവനെ ഒരുപാട് തവണ ബേബ് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്ന് പറയാണ് ഇന്ന് എന്തായാലും അമ്മയും അച്ഛനും അതുപോലെ ബേബു എന്നെ ഒരുപാട് വഴക്ക് പറയും, ഞാൻ എന്ത് ചെയ്യുമോ എന്തോന്ന്. ഇവനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സമയം അവിടേക്ക് ഫാ വരികയാണ്. ഫായെ കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറയും, ഞാൻ എന്ത് ചെയ്യുമോ എന്തോന്ന്. അപ്പോൾ ഫാ പറയുന്നു ഒരു കുഴപ്പവും വരില്ല, ഞാൻ ഓൾറെഡി ബേബിനോട് സംസാരിച്ചു, നിന്നോട് ഇവിടെ നിന്നോളാനും അവൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ബേബി ഇങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴാണ് അവന് കുറച്ചെങ്കിലും സമാധാനമാകുന്നത്. അപ്പോൾ ഫാ ചോദിക്കുന്നുണ്ട് നീ വീണ്ടും ഉറങ്ങാൻ പോവുകയാണോ അതോ കുളിച്ചിട്ട് വന്നേ ഇനി ഉറങ്ങുന്നുള്ളോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഞാൻ ആദ്യം പോയി കുളിക്കട്ടെന്ന്. അപ്പോൾ ഫാ പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് നീ യൂസ് ചെയ്തോ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹിയയാണ്. അവിടെ ഹിയ കുടിച്ച് ബോധം കെട്ട് കിടക്കുകയല്ലേ. ഈ സമയം അവിടേക്കൊരു പയ്യൻ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നീ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടല്ലേ, എന്തായാലും ഞാൻ നിന്നെ സേഫായിട്ട് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയാണ്. അതുമാത്രമല്ല വെറുതെ അവൻ്റെ പുറത്തേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ അവിടേക്ക് റിയോ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഡേ നീ എൻ്റെ ഫ്രണ്ടിനെ എന്തോന്ന് ചെയ്യുകയാണെന്ന്. അപ്പോൾ ആ പയ്യൻ പറയുന്നു ഞാനവനെ ഒന്നും ചെയ്യുന്നില്ല, അവൻ ഒരുപാട് കുടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ വീണ്ടും ഹിയയെ ടച്ച് ചെയ്യാൻ തുടങ്ങിയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന റിയോയാണെങ്കിൽ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ശരി ശരി നീ തന്നെ നിൻ്റെ ഫ്രണ്ടിനെ സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന ഒരുമാതിരി സംസാരിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. റിയോയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ ഹിയോട് പറയുന്നുണ്ട് ഡേ നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എണീറ്റ് വായിന്ന്. റിയോയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഹിയയാണെങ്കിൽ വീണ്ടും അവന് ഡ്രിങ്ക്സ് വേണമെന്ന് പറയുന്നു. ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് റിയോയ്ക്ക് ദേഷ്യം കൂടുന്നതല്ലാതെ കുറയുന്നതേ ഇല്ല. പിന്നെ അവനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. അവിടെ ടീറാക്കാണെങ്കിൽ കുളിച്ച് റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഫായുടെ മുമ്പിലേക്ക് പോകാൻ ഒരുമാതിരി. അതുകൊണ്ട് അവനാണെങ്കിൽ അങ്ങോട്ട് പോകാതെ അവിടെ തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവൻ ഇവിടെ നിൽക്കുന്നതൊക്കെ ഫാ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട് അല്ല ടീറാക്ക് എന്ത് പറ്റിയെന്ന്. അപ്പൊ ടീറാക്ക് പെട്ടെന്ന് ബെഡിലേക്ക് ചെന്ന് കിടന്നിട്ട് പറയുന്നു അതൊന്നുമില്ല, ഞാൻ നല്ല ടയേർഡാണ്, എനിക്ക് ഉറക്കം വരുന്നു, ഗുഡ് നൈറ്റ് ഫായ് എന്ന്. ടീറാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഫായ് ആണെങ്കിൽ ടീറാക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ടീറാക്കാണെങ്കിൽ അയ്യോ ഇവൻ എന്തിനാ ഇത്രയും ക്ലോസ് ആയിട്ട് വരുന്നതെന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫായ് ആണെങ്കിൽ പെട്ടെന്ന് ടീറാക്കിൻ്റെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുകയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് ഷൈ ആകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നല്ല ഷൈ ആയതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ റിയോയെയും ഹിയയാണ് കാണിക്കുന്നത്. റിയോയാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് ഹിയയെ കൊണ്ടുവരികയാണ്. അങ്ങനെ റിയോ ഡോറ് ലോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഹിയയാണെങ്കിൽ അവൻ്റെ ഷർട്ട് റിമൂവ് ചെയ്യുകയാണ്. പാൻറ് റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത് കണ്ടിട്ട് റിയോ അവനോട് പറയുന്നുണ്ട് ഡേ അങ്ങനെ ചെയ്യരുതെന്ന്. ഹിയ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ്റെ സ്വന്തം വീട്ടിലാണെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ റിയോ പെട്ടെന്ന് തന്നെ അവനെ വാഷ്റൂമിനകത്തേക്ക് പിടിച്ചിട്ടിട്ട് ഡ്രസ്സും അതിനകത്തേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹിയ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് റിയോയെ കണ്ടിട്ട് ഉടനെ ചോദിക്കുന്നുണ്ട് അല്ല റിയോ നീ എന്താ ഇതുവരെയായിട്ട് ഇവിടെ നിന്ന് പോകാത്തത്, പറയടാ എന്ന്. ഇത് കേട്ട് ദേഷ്യം വന്നിരിക്കുന്ന റിയോ പറയുന്നുണ്ട് അതിന് ഇത് എൻ്റെ വീടാണെന്ന്. അപ്പോൾ ഹിയോ ചോദിക്കുന്നു ഇത് നിൻ്റെ വീടോ എന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ ചുറ്റും നോക്കിയിട്ട് അവനോട് ചോദിക്കുന്നു ഡേ നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ഒരുപക്ഷെ നീ എന്നെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്ന്. ഇത് കേട്ട് ദേഷ്യം സഹിക്കാൻ കഴിയാത്ത റിയോ പറയണ് ഡേ ഇതിനെല്ലാം കാരണം നീ തന്നെയാണ്, അതുപോലെ നീ ആരുടെ ബാറിലാണ് പോയി കുടിച്ചത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന്. ഇത് കേട്ട ഹിയ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നമെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയോയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചിട്ട് പറയണ് നീ വെറുതെ എൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് നിർത്ത്, ഞാൻ ഇങ്ങനെ ആകാനേ കാരണം നീയാണെന്ന്. ഇത് കേട്ട റിയോ പറയുന്നു അതിന് കാരണം ഞാനല്ലെന്ന്. അപ്പം ഹിയയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൻ പറയണ് അതെ എല്ലാ തെറ്റും എൻ്റെ തന്നെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കിടുന്ന സമയത്ത് റിയോ ആണെങ്കിൽ പെട്ടെന്ന് ഹിയയെ തറയിലേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. റിയോയ്ക്കാണെങ്കിൽ ഗിൽറ്റി ആയിട്ട് തോന്നിയിട്ട് അവനാണെങ്കിൽ ഹിയയോട് സോറി പറയാണ്. അപ്പോൾ ഹിയയാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് എണീക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൻ പറയുന്നു
ഹിയ ഇന്ന് നീ ഇവിടെ സ്റ്റേ ചെയ്തോ, നാളെ മോർണിംഗ് പോയാൽ മതി, എന്തായാലും ഞാൻ ഇനി നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് റിയോ അവിടെ നിന്നും പോകുന്നു. റിയോ പോകുന്നത് തന്നെ നല്ല വിഷമത്തോടെ നോക്കി നിന്നിട്ട് ബെഡിൽ കിടക്കാതെ കൗച്ചിൽ പോയി കിടന്ന് കരയാണ്. മോർണിംഗ് ടീറാക്ക് ഉറങ്ങുന്ന സമയം ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാണ്. അവൻ കരുതിയിരിക്കുന്നത് അവൻ എടുത്ത ഫോൺ അവൻ്റേതാണെന്നാണ്. പക്ഷെ അല്ല, അവൻ എടുത്തിരിക്കുന്നത് ഫായയുടെ ഫോണാണ്. ഫായെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മയാണ്. അമ്മ പറയാണ് ഞങ്ങൾ തായ്ലൻഡിൽ എത്തിയെന്ന്. ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ ടീറാക്ക് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എവിടെ പോയി, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അമ്മ ചോദിക്കുന്നു, അല്ല ഇതാരാ, ഫാ അല്ലേ എന്ന്. അമ്മ പറഞ്ഞത് കേൾക്കുമ്പോഴാണ് ടീറാക്കിന് അത് ഫായുടെ ഫോണാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് വാ പൊത്തിയിരിക്കുകയാണ്. ഈ സമയം തന്നെ അവിടേക്ക് ഫാ വരുന്നുണ്ട്. ഫായെ കണ്ടുടനെ ടീറാക്ക് പറയുന്നുണ്ട് ഫോണെന്ന്. അങ്ങനെ ഫാ ഫോൺ എടുത്തിട്ട് അമ്മയോട് പറയുന്നു, ആ അമ്മ പറയുന്നു. അപ്പൊ അമ്മ ചോദിക്കുന്നു, അല്ല നീ ഇപ്പൊ ആരുടെ കൂടെയാണ് ഉള്ളതെന്ന്. അപ്പൊ അവൻ പറയുന്നു, അത് പിന്നെ ഞാൻ ടീറാക്കിനൊപ്പമാണ് ഉള്ളത്. പിന്നെ അമ്മ തായ്ലൻഡിൽ എത്തിയോ എന്നും ചോദിക്കുന്നു. അപ്പൊ അമ്മ പറയുന്നു, ആ എത്തിയെന്ന്. ഇത് കേട്ടിട്ട് ഫാ പറയുന്നു, എന്തായാലും ഞാൻ ലീയേയും കൂട്ടി അവിടേക്ക് വരാമെന്ന്. അപ്പം അമ്മയാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഫാ ആണെങ്കിൽ കോള് കട്ട് ചെയ്തിട്ട് ടീറാക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, ടീറാക്ക് നീ ഷൈ ആവുകയാണോ എന്ന്. അപ്പം അവൻ പറയുന്നു, അത് പിന്നെ എനിക്ക് ഒരുമാതിരി തോന്നുന്നു, ഞാൻ അറിയാതെ അമ്മയോട് സംസാരിച്ചില്ലേ എന്ന്. അപ്പം ഇത് കേട്ടിട്ട് ഫാ പറയുന്നു, അതൊന്നും സാരമില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ടീറാക്കിൻ്റെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുന്നുമുണ്ട്. ടീറാക്കിനാണെങ്കിൽ കിസ് കിട്ടുന്നത് കൊണ്ട് അവൻ നല്ല രീതിയിൽ ഷൈ ആകുന്നുമുണ്ട്. അവിടെ റിയോ എണീറ്റ് നോക്കുമ്പോൾ കൗച്ചിൽ കിടന്ന ഹിയ എപ്പോഴോ എണീറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവനെ ഉണർത്താതെ നേരെ എടുത്ത് കിടത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നെ ഹിയ എണീറ്റ് കഴിഞ്ഞ ഉടനെ അവന് മനസ്സിലാകുന്നുണ്ട് അവൻ റിയോയുടെ വീട്ടിലാണെന്ന്. അങ്ങനെ ഇന്നലെ എന്താണ് നടന്നതെന്ന് അവൻ ഓർക്കുകയാണ്. അപ്പോൾ അവന് ഓർമ്മ വരുന്നുണ്ട് അവൻ റിയോയോട് വഴക്കിട്ടതും അതുപോലെ റിയോ അവനെ തള്ളിയിട്ടതും. അങ്ങനെ എല്ലാം ഓർമ്മ വന്നതിന് ശേഷം അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയോ അവിടെ മടക്കി വെച്ചിരിക്കുന്ന അവൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ പോണെന്നും പറഞ്ഞ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്ന മെഡിസിൻ പോലും കഴിക്കാതെ പെട്ടെന്ന് തന്നെ പോവുകയാണ്. അടുത്ത സീനിൽ ടീറാക്ക് ഫായും ആണെങ്കിൽ ഫായുടെ പാരൻസിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ടീറാക്കിനാണെങ്കിൽ നല്ല പേടിയുണ്ട്, കാരണം അവൻ രാവിലെ ഫായുടെ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് എടുത്ത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഫാ പറയുന്നു, നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല, പിന്നെ നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവുകയാണ്. ടീറാക്കിനാണെങ്കിൽ ഫാ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ ടെൻഷനൊന്നും മാറുന്നില്ല. പിന്നെ ടീറാക്ക് ഫായുടെ പേരൻസിനെ കാണുകയാണ്. ഫാ ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ടീറാക്കിനെ പേരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഫായുടെ പേരൻസ് ആണെങ്കിൽ ഇവനെ നല്ല ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. ടീറാക്കാണെങ്കിൽ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുകയാണെന്ന്. അപ്പൊ ടീറാക്ക് പറയുന്നു, എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്, എൻ്റെ അച്ഛനൊരു സ്കൂളിലെ ഡയറക്ടറാണെന്ന്. ഇത് കേട്ട ഫായുടെ അച്ഛനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണോ അതോ പബ്ലിക് സ്കൂളിലെ ടീച്ചറാണോ എന്ന്. ഇത് കേട്ട ടീറാക്കാണെങ്കിൽ ടെൻഷനായി. അത് പിന്നെ എന്ന് പറയുന്നത് കേട്ടിട്ട് ദേഷ്യം വന്ന അമ്മ ചോദിക്കുന്നു, എന്തോന്ന് അത് പിന്നെ, നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഡയറക്റ്റായിട്ട് ആൻസർ പറയാൻ പോലും നിനക്ക് അറിയത്തില്ലേ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ആ ടേബിളിൽ കൈ കൊണ്ട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച ടീറാക്കാണെങ്കിൽ അമ്മയോട് സോറി എന്ന് പറയുന്നു. പിന്നെ അവർ കഴിക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്നത് കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇത് കണ്ട് ദേഷ്യം വന്ന അമ്മ പറയുന്നത്, ഡേ നീ എൻ്റെ മോന് പറ്റിയ ആളല്ല, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഫായെ ബ്രേക്കപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ ഇത് കേട്ട് ടെൻഷനായ ടീറാക്കാണെങ്കിൽ ഫായെ നോക്കുമ്പോൾ അവൻ പറയുന്നത്, സോറി ടീറാക്ക്, എൻ്റെ അമ്മ പറയുന്നതേ എനിക്ക് കേൾക്കാൻ പറ്റൂ, ബൈ എന്ന് നല്ല ചിരിച്ചോണ്ട് പറയുന്നത്. ടീറാക്കാണെങ്കിൽ അമ്മയോട് എന്നോടൊന്ന് ക്ഷമിക്കുമെന്ന് പറയുന്നു. അമ്മയാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ അവനെ തറയിലേക്ക് തള്ളിയിടുകയാണ്. ഇവൻ തറയിലേക്ക് വീഴുന്നത് കണ്ടിട്ട് ലീ ഒഴികെ എല്ലാവരും ചിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും നേരം കാണിച്ചതൊക്കെ ടീറാക്ക് കണ്ട സ്വപ്നമായിരുന്നു. അവനടുത്ത് തന്നെ ലീ വന്ന് നിൽക്കുകയാണ്. ലീ ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്ക് എന്ത് പറ്റി, എന്താ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. അപ്പം ടീറാക്ക് പറയണ്, അത് പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, അതാ ഞാനിങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. ഈ സമയം അവിടേക്ക് ഫാ വന്നിട്ട് ടീറാക്കിനോട് പറയണ്, ടീറാക്ക് നീ വിശ്വസിക്ക്, എല്ലാം നല്ല രീതിക്ക് തന്നെ ആയിരിക്കുമെന്ന്. ടീറാക്ക് അത് കേട്ടിട്ട് പറയുന്നു, ആ ശരിയെന്ന്. അങ്ങനെ ലീ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന്. ലീക്ക് എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ടീറാക്ക് ഫായുടെ പേരൻസിനെ കാണാനായിട്ട് എത്തിയതുപോലെയാണ്. അപ്പം ടീറാക്കാണെങ്കിൽ അവരെ കണ്ടുടനെ എൻ്റെ പേര് ടീറാക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻട്രോ കൊടുക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ ടീറാക്കിനോട് ഹായ് നോട്ടി ബേബ് എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ടീറാക്ക് പറയണേ, ഞാൻ നോട്ടിയൊന്നും അല്ല, ഞാൻ നല്ല പയ്യനാണ് സത്യമായിട്ടും എന്ന്. ഇവൻ്റെ ഇൻട്രോ കേട്ടിട്ട് തന്നെ അവർക്ക് ഇവനെ നല്ലതുപോലെ ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ അമ്മ ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഫുഡൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കേട്ട ടീറാക്കാണെങ്കിൽ താങ്ക് യു ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പം അമ്മ പറയുന്നു, നീ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ നല്ലതായിരിക്കുമെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, സോറി ആൻറ്റി, ഞാൻ ഇന്ന് രാവിലെ കോൾ അറ്റൻഡ് ചെയ്തതിനെന്ന്. അപ്പം അമ്മ പറയുന്നു, അതൊന്നും സാരമില്ല, പിന്നെ നീ എന്നെ ഈ ആൻറ്റി എന്നുള്ള വിളിയൊന്ന് നിർത്തിയിട്ട് അതിന് പകരം അമ്മയെന്ന് വിളിച്ചാൽ നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ അമ്മ വീണ്ടും പറയുന്നത് കേട്ടിട്ട് ടീറാക്ക് ഓക്കെ അമ്മ, ഞാൻ ഇനി മുതൽ അമ്മയെന്ന് വിളിക്കും
വിളിക്കുള്ളെന്ന് പറയുകയാണ്. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ഇവൻ അമ്മയെന്ന് വിളിച്ചത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. എന്നിട്ട് അമ്മ പറയാണ് ഇതിനെപ്പറ്റി ഫാ എപ്പോഴും പറയാറുണ്ടെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ ഫായോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന്. ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്ത അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു അത് പിന്നെ ഞാനും ഒരു പയ്യനല്ലേ എന്ന്. ഇത് കേട്ടിട്ട് അച്ഛൻ പറയുന്നു അത്രേ ഉള്ളൂ, ഈ ഒരു കാര്യം എന്തായാലും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല. കാരണം ഫാ ഇപ്പം ആരെ ഇഷ്ടപ്പെട്ടാലും അവൻ്റെ പാർട്ട്ണറിനോടൊപ്പം അവൻ സന്തോഷത്തിലാണെങ്കിൽ ഞങ്ങൾക്കത് മതി, അവൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുതെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെ ടീറാക്കിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല സന്തോഷമാകുന്നുണ്ട്. കാരണം ഫാക്ക് ഇത്രയും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയല്ലേ ഉള്ളത്. അങ്ങനെ ഫായുടെ അച്ഛൻ പറയുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞ് ഫായുടെ പേരൻസും അതുപോലെ ലിയോ അവിടെ നിന്ന് അവരോട് ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. അവർ പോയതിന് ശേഷം ഫാ ടീറാക്ക് ഒരുമാതിരി ഇരിക്കുന്നത് കണ്ടിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ടീറാക്കെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അത് പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്, അത് മറ്റൊന്നും കൊണ്ടല്ല, നിൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ എൻ്റെ ഫാമിലി നിന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം നിൻ്റെ ഫാമിലിയെ പോലെയല്ല എൻ്റെ ഫാമിലി എന്ന്. അപ്പോൾ ഫാ ടീറാക്കിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവനോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, എന്തുണ്ടായാലും ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും, എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ വീട്ടിൽ വന്നതിന് ശേഷം ടീറാക്കാണെങ്കിൽ ബേബിനോട് മെസ്സേജ് അയച്ച് പറയുകയാണ് ബേബ് ഞാൻ ഇന്നൊരു ദിവസം കൂടി ഫായുടെ വീട്ടിൽ നിൽക്കുകയാണെന്ന്. ഇത് കണ്ട ബേബ് പറയുന്നു പെട്ടെന്ന് തന്നെ നീ വരണേ, നിന്നെ ഓർത്ത് പാവം പപ്പി വിഷമിക്കുകയാണെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു എന്തായാലും ഞാൻ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് വരുമെന്ന്. ഇവർ മെസ്സേജ് അയക്കുന്ന സമയം തന്നെ അവിടേക്ക് ഫാ വരെയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായുടെ മുതുകിൽ ടാറ്റു അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ടാറ്റു തന്നെ നോക്കിയാണ്. അപ്പോൾ ഫാ ചോദിക്കുന്നുണ്ട് അല്ലേ ടീറാക്ക് നീ എന്താ നോക്കുന്നതെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അത് പിന്നെ ഒന്നുമില്ല, നിൻ്റെ മുതുകിൽ ടാറ്റു നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് അത് വായിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യുവർ മൈ സ്കൈ ആൻഡ് യുവർ മൈ സീ എന്ന്. അത് വായിച്ചിട്ട് ടീറാക്ക് ചോദിക്കുന്നുണ്ട് അല്ല ഇതിൻ്റെ മീനിങ് എന്താണെന്ന്. അപ്പോൾ ഫാ പറയുന്നു അത് പിന്നെ നമ്മൾ രണ്ടുപേരെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടീറാക്കിനെ അവൻ കിസ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് നേരം കിസ് ചെയ്തതിന് ശേഷം രണ്ടുപേരും കൂടെ ഇൻറ്റിമേറ്റ് ആകുകയാണ്. അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. ഫായാണ് ടീറാക്കിന് മുമ്പേ എണീക്കുന്നത്. ഫായാണെങ്കിൽ ടീറാക്കിനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ടീറാക്ക് എണീറ്റുകൊണ്ട് ഫായാണെങ്കിൽ ടീറാക്കിനോട് ഗുഡ് മോർണിംഗ് പറയുകയാണ്. ടീറാക്കാണെങ്കിൽ ഫാ പറയുന്നത് കേട്ട് എണീറ്റ് പോകാനായിട്ട് നോക്കുന്ന സമയം ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ കൈ പിടിച്ച് അവനെ അവിടെ ഇരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ടീറാക്ക് നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ടീറാക്ക് ചിരിച്ചിട്ട് പറയുന്നു ഞാൻ ഓക്കെ ആണെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഫാ ടീറാക്കിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായോട് താങ്ക്സ് പറയുന്നുണ്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടാക്കിയതിന്. അപ്പോൾ ഫാ പറയുന്നു ടീറാക്ക് ഞാനൊരു കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി, നാളെ ഈവനിങ് നീ ഫ്രീ ആയിരിക്കുമോ, എനിക്ക് ആ ടൈമിൽ ഒരു ബിസിനസ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നിന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുവരാനെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഞാൻ എന്തായാലും വരാം, എനിക്കും അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഫാ പറയുന്നു എൻ്റെ പേരൻസിന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഫാ നിൻ്റെ ഫാമിലിയിലെ എല്ലാവരും എന്നോട് നല്ല സ്വീറ്റ് ആയിട്ടാണ് പെരുമാറുന്നതെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ടീറാക്കാണെങ്കിൽ അവിടെ നിന്നും പോകാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഫായാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ടീറാക്കിനോട് പറയുകയാണ് ടീറാക്ക് രാത്രി നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നീ എന്തായാലും എന്നെ വിളിക്കണേന്ന്. ടീറാക്കാണെങ്കിൽ ഫാ പറയുന്നതൊക്കെ കേട്ടിട്ട് ഷൈ ആകുന്നുണ്ട്. പെട്ടെന്ന് ഫായോട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് കയറുന്നു. ഇവനിങ്ങനെ ഓടുന്നത് കണ്ട ഫായാണെങ്കിൽ നല്ല രീതിയിൽ അവനെ തന്നെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.